അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാദാ കലമി എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. മാ ദാലിക, അത് എന്താകുന്നു. ദാലിക ദീക്കുൻ, അത് പൂവൻ കോഴിയാകുന്നു. മാ തിൽക്ക, അത് എന്താകുന്നു. തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാകുന്നു. ഇവിടെ ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അർത്ഥം അത് എന്നാണ്. പക്ഷെ ദാലിക പുല്ലിംഗമാണ്, ആണിനാണ് ഉപയോഗിക്കുക. തിൽക്ക സ്ത്രീലിംഗമാണ്, പെണ്ണിനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തിൽക്ക ദജാജത്തുൻ, ഹാത്താവുണ്ട് അവസാനം. ദാലിക്ക ദീക്കുൻ്റെ അവിടെ ഹാത്തായില്ല. അപ്പൊ ദാലിക്ക ആണിനിക്ക്, തിൽക്ക പെണ്ണിനിക്ക്, അർത്ഥം അത്. ഇനി ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെയാകുന്നു. അൽ ഹഖീബത്തു, ബാഗ് അല തോവിലെത്തി, മേശമേലാകുന്നു. ഐനൽ കിതാബു, പുസ്തകം എവിടെയാകുന്നു. അൽ കിതാബു, പുസ്തകം ഫിൽ ഹഖീബത്തി, ബാഗിൽ ആകുന്നു. ഇതിൽ പറഞ്ഞ് ചുവന്ന അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, നമ്മൾ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ 1 മുതൽ 10 വരെയുള്ള വാക്കുകൾ പറയാൻ പഠിച്ചിട്ടുണ്ട്. വാഹിദുൻ, ഇത്നാനി, സലാസ, അർബഅ, ഹംസ, സിത്ത, സബ്അ, തമാനിയ, തിസ്അ, അശറ, ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്ന് ആവർത്തിക്കുക എന്നുള്ളതുള്ളൂ. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. ജവ്വാലുൻ വാഹിദുൻ, ഒരു മൊബൈൽ ഫോണുണ്ട്. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. കലമാനി, 2 പേന. കലമാനി ഇത്നാനി, 2 പേനയുണ്ട്. ഇത്നാനി, 2 എണ്ണം. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. സലാസത്തു കുതുബിൻ, 3 പുസ്തകങ്ങളുണ്ട്. സലാസ. വലി, എനിക്കുണ്ട്. അർബഅത്തു അസ്തിഖാ, 4 സുഹൃത്തുക്കളുണ്ട്. അർബഅ. ഫി മദ്രസത്തി, എൻ്റെ മദ്രസയിലുണ്ട്. ഹംസത്തു അസാത്തിദത്തിൻ, 5 ഉസ്താദുമാരുണ്ട്. ഹംസ. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. സിത്തത്തു അഖ്ലാമിൻ, 6 പേനകളുണ്ട്. സിത്ത, 6. ഫി സൊഫി, എൻ്റെ ക്ലാസ്സിലുണ്ട്. സബ്അത്ത് ഔലാദിൻ, 7 കുട്ടികളുണ്ട്. സബ്അ, 7. ഫീഹി, എൻ്റെ ക്ലാസ്സിലുണ്ട്. സമാനിയത്തു കറാസിൻ, 8 കസേരകളുണ്ട്. കുർസിയും ജമ്മ് കറാസാണ്. 8 കസേരകൾ. സമാനിയ, 8. വലി മദ്രസത്തി, എൻ്റെ മദ്രസക്കുണ്ട്. തിസ്അത്തു അബ്വാബിൻ, 7 വാതിലുകൾ. തിസ്അത്തു, 9 അബ്വാബിൻ, വാതിലുകളുണ്ട്. തിസ്അ, 9. വലഹ, എൻ്റെ ആ മദ്രസക്കുണ്ട്. അശറത്തു ഷബാബിക, 10 ജനലുകളുണ്ട്. ഷബാബിക്, ഷുബാക്കും ജമ്മ ഷബാബിക്കാണ്. അഷറാണ് 10. അപ്പോൾ വാഹിദുൻ, ഇത്നാനി, സലാസത്തുൻ, അർബഅത്തുൻ, ഹംസത്തുൻ, സിത്തത്തുൻ, സബ്അത്തുൻ, സമാനിയത്തുൻ, തിസ്അത്തുൻ, അഷറത്തുൻ. ഇത് ഒരു 2-ാം ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ താഴെയുണ്ട് അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക, മാ, മൻ, ഐന, അബി, ഖലമി. ഇതൊക്കെ എന്താണ് അർത്ഥം എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുസ്തകത്തിൽ, നോട്ട് ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഒന്നുകൂടി നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വർക്കാണ്, അതിൻ്റെ വർക്ക്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.